ഇന്നും ഇവിടെ സംഭവിക്കുന്നത് ഇത് തന്നെയാ. ആര് ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തുന്നുവോ, സ്വരമുയർത്തുന്നുവോ, മനമുയർത്തുന്നുവോ, തങ്ങളുടെ വേദനകളെ ദൈവസന്നിധിയിലേക്ക് കൊടുക്കുന്നുവോ, കർത്താവ് നിൽക്കും. ജനക്കൂട്ടം എന്താ പറഞ്ഞത്? നിശബ്ദനായിരിക്കാൻ പറഞ്ഞു. അവൻ വീണ്ടും ഉച്ചസ്വരത്തിൽ നിലവിളിക്കാനായിട്ട് തുടങ്ങി. കാരണം ഉള്ളിൻ്റെ ഉള്ളില് വിശ്വാസത്തിന്റെ തീഷ്ണതയാല് അവന് മനസ്സിലായി, ഈ നടന്നു പോകുന്നവൻ ഞാൻ അരികിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി എന്നുള്ളത്. എന്റെ ജീവിതത്തില് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന കൂരിരുട്ടിന് ഒരു ശമനം വരുത്തുവാനായിട്ട്, അന്ത്യം കുറിക്കുവാനായിട്ട്, അവസാനം തരുവാനായിട്ട് കഴിവുള്ളവനാണ് ഞാനാണ് ലോകത്തിന്റെ പ്രകാശം. യോഹന്നാൻ 8:12 വചനത്തില് നമ്മൾ വായിക്കുന്നു, അവനാണ് ജെറീക്കോ പട്ടണത്തിന്റെ തെരുവീതികളിലൂടെ നടന്നു പോകുന്നതെന്ന്. ഉള്ളിന്റെ ഉള്ളില് വിശ്വാസത്താല് അന്ധനായ ബർത്തേമയോസ് കാണാനായിട്ട് പറ്റിയപ്പോൾ അവൻ പൂർവാധികം ശക്തിയോടെ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. കർത്താവായ യേശുവിന്റെ കർണപടത്തില് അവന് നിലവിളിയെത്തിയപ്പോൾ ഈശോ ചെയ്തൊരു കാര്യമുണ്ട്. കർത്താവ് he stood still there. ഈശോ പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. ഈശോ അവിടെ നിന്നു. ആര് ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തുന്നുവോ, സ്വരമുയർത്തുന്നുവോ, മനമുയർത്തുന്നുവോ, തങ്ങളുടെ വേദനകളെ ദൈവസന്നിധിയിലേക്ക് കൊടുക്കുന്നുവോ, കർത്താവ് നിൽക്കും.